ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ്റെ അമ്മ നവീനോട് ചോദിക്കുകയാണ്, എടാ നിൻ്റെ മനസ്സിലുള്ള ആ പെണ്ണ് നന്ദു അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആണെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ അതെ, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. നന്ദു ആണ് നിൻ്റെ മനസ്സിലെങ്കിൽ അത് അങ്ങോട്ട് പുറത്തേക്ക് തള്ളിക്കളഞ്ഞേര്, ഒരിക്കലും നടക്കാനായിട്ട് സമ്മതിക്കില്ല. ഇത് ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്ക് മുത്തശ്ശൻ പറയാണ്, നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും നീ സ്വീകരിക്കാന്ന്, നല്ല ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ട് ഇപ്പം നീ എന്താ ഒന്നും അല്ല എന്നൊക്കെ പറയുന്നത്. അത് പിന്നെ വേറെ ഏത് പെണ്ണാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നന്ദുവിനെ പോലൊരു പെണ്ണിനെ എൻ്റെ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ നവീൻ പറയണം, അതിന് നന്ദുവാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് ചുമ്മാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? നന്ദുവാണ് എൻ്റെ മനസ്സിലെന്ന് ഞാൻ പറഞ്ഞില്ല, നന്ദുവിനാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല. പിന്നെ അമ്മ എന്തിനാമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വല്ല മനസ്സിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്കാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ അയാളും പറയാണ്, നന്ദുമേടം തന്നെയാണ് സാറിൻ്റെ മനസ്സിൽ നിന്നൊക്കെ ഞങ്ങൾക്കറിയാം, അങ്ങനെ തന്നോട് ഞാൻ പറഞ്ഞോളൂ. താൻ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാനായിട്ട് നിൽക്കരുത്. അങ്ങനെ നവീൻ മനസ്സ് ചിന്തിക്കുകയാണ്, ദൈവമേ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഏതായാലും നന്നായി. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ നന്ദുവിൻ്റെ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, എനിക്കിപ്പോൾ തിരുത്തി പറയാലോ എന്നൊക്കെ നമ്മുടെ നവീൻ ഇങ്ങനെ നല്ല മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് നേരെ കയറി പോവുകയാണ്. അപ്പോൾ അച്ഛാ കണ്ടില്ലേ അച്ഛാ, ഇവൻ്റെ ജീവിതത്തിലേക്ക് ആ നന്ദുവിനെ പോലുള്ളൊരു പെണ്ണ് കയറിക്കൂടാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താ നന്ദുവിനെന്താ ഇത്ര കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ്. നന്ദുവിന് എന്താ കുഴപ്പമൊന്നും? അവളെ തൻ്റെടി എന്ന് പറഞ്ഞാൽ തൻ്റെടി. അതുമാത്രമല്ല, അവളുടെ അമ്മയുടെ സ്വഭാവം അറിയാമായിരുന്നല്ലോ. കനകം അവൾ ഏത് തരക്കാരിയായിരുന്നു. അവൾ അമ്പലത്തിൽ പോയാലും ഏത് കല്യാണ വീട്ടിൽ പോയാലും പണക്കാര ചെറുക്കനുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒളിഞ്ഞു നോക്കി നടക്കുമായിരുന്നു. തൻ്റെ മക്കളെ കൊണ്ട് പണക്കാര ചെറുക്കന്മാരെ കെട്ടിക്കാൻ വേണ്ടി ഈ കനകം ഭയങ്കരമായിട്ടും പാടുപെട്ടിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അനന്തപുരിയിലേക്ക് നവ്യയും അതേപോലെ തന്നെ നയനും ഒക്കെ കയറി ചെന്നത്. അതേപോലെ ഇനി അവളും ഈ വീട്ടിലേക്ക് കയറി വരണ്ട. അങ്ങനെ ഒരു സ്ത്രീയുടെ മകളാണോ എൻ്റെ വീട്ടിലേക്ക് കയറി വരാനായിട്ട് പോകുന്നത്? ഞാൻ അതിലൊന്നും സമ്മതിക്കില്ല അച്ഛാ എന്ന് പറയാം. എപ്പോഴേക്കും അതിനിപ്പോൾ കനകയുടെ സ്വഭാവമൊക്കെ മാറിയാലോ. എന്ത് സ്വഭാവം മാറിയെന്നു? അച്ഛാ, ഈ രക്തത്തിൽ കലർന്നു പോകുന്ന ആ സ്വഭാവമില്ലേ, അതൊരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. അത് രക്തത്തിൻ്റെ എവിടെയെങ്കിലും ഒരു അംശമായിട്ട് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവളുടെ മകളെ എൻ്റെ മരുമകളായിട്ട് കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ്റെ അമ്മയും കയറി പോവാണ്. അപ്പോൾ പിന്നീട് നവീനെ കാണിക്കുകയാണ്. അപ്പോൾ നവീനാണെങ്കിൽ ആകെ സങ്കടം കൊണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പോൾ നവീൻ ഇങ്ങനെ കണ്ണാടി നോക്കിയപ്പോൾ നവീൻ്റെ പ്രതിച്ഛായ തന്നെ നവീനോട് സംസാരിക്കുകയാണ്. എടാ എന്തു പറ്റി? നീ ആഗ്രഹിച്ചതൊന്നും നടക്കില്ലെന്ന് ഇപ്പം മനസ്സിലായല്ലേ? നിൻ്റെ കൂട്ടുകാരനല്ലേ, ബെസ്റ്റ് ഫ്രണ്ടല്ലേ അനി പോലും നിന്നോട് വലിയൊരു ചതിയെ ചെയ്തിരിക്കുന്നത്. അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും നിന്നോട് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ ഇതേപോലെ കോമാളിയായിട്ട് ഇവരുടെ പിന്നാലെ നടക്കേണ്ട കാര്യം വരില്ലായിരുന്നു അല്ലേടാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാണ്. പക്ഷേ നന്ദുവും അതേപോലെ തന്നെ അനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം മാറിയിരിക്കുക. അങ്ങനെ ഒരു നന്ദുവിനെ എനിക്ക് വേണ്ട. അവർ രണ്ടുപേരും ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കട്ടെ, പക്ഷേ എനിക്കതിനോട് താല്പര്യമൊന്നുമില്ല. എനിക്ക് നന്ദുവിനെ ഇനി വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് നവീൻ അങ്ങനെ കടുത്ത തീരുമാനം എടുക്കുകയാണ്. പക്ഷേ അങ്ങനെ നിന്നെ പറ്റിച്ചവരെ വെറുതെ വിടാനായിട്ട് സാധിക്കൂടാ. അങ്ങനെ വെറുതെ വിടരുത്. അനിക്കിട്ട് നീ നല്ലൊരു പണി തന്നെ കൊടുക്കണം, എന്നാലല്ലേ അവൻ ശരിക്കും മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് മോനെ, അടിച്ചാൽ തിരിച്ചടിക്കണമല്ലോ. നീ ഒരു ഗെയിം ആരംഭിച്ചോ. അപ്പം നമ്മുടെ നവീനാണെങ്കിൽ അതെ, ഇനി അവനിട്ടൊരു പണി കൊടുക്കണം. എനിക്കിട്ട് എന്നെ ഒരുപാടിട്ട് അങ്ങോട്ട് വട്ടം ചുറ്റിച്ചല്ലേ, പക്ഷേ ഇനി അതൊന്നും എൻ്റെ മുന്നിൽ നടക്കാനായിട്ട് പോകുന്നില്ല. അവനിട്ട് ഞാനും പണി കൊടുക്കുന്നുണ്ട്. പൊന്നു മോനെ അനി, നീയും നന്ദുവും തമ്മിൽ പ്രണയത്തിലാണല്ലേ? പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയിൽ കയറി ഗെയിം കളിക്കുന്നു നീ കണ്ടോ? അപ്പോൾ നീ ശരിക്കും കിടന്ന് പേടിക്കും. അതേപോലെ തന്നെ നന്ദുവിനെ ഞാൻ ശരിക്കും അങ്ങോട്ടൊന്ന് പേടിപ്പിക്കും. അവസാനം കല്യാണത്തിൻ്റെ അന്ന് എത്തുമ്പോൾ രണ്ടുപേരും ഒന്നിക്കുന്ന ആ നിമിഷം വരുമ്പോൾ അപ്പോഴേ ഞാൻ സത്യങ്ങൾ പറയുള്ളൂ. അതിനുശേഷം നന്ദുവിനെയും അനിയെയും എനിക്ക് ഒന്നിപ്പിക്കണം എന്ന് നവീൻ നല്ലൊരു തീരുമാനം തന്നെ എടുക്കുകയാണ്. അപ്പോൾ ആ നല്ലൊരു മനസ്സ് തന്നെയാണ് അവിടെയൊക്കെ നവീന് കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്.
അപ്പം നയനയാ എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ആദർശ് വരുന്നത്. അപ്പോൾ ആദർശ് വന്നിട്ട് എന്താ നീ എന്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നല്ല, ഞാനേ ആ നവീനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നവീൻ വീട്ടിൽ വന്ന് നന്ദുവിനെ പെണ്ണാലോചിച്ചല്ലോ, അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ എന്തൊക്കെയാ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ്. നീ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഞാനിപ്പേ മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ടാണ് വന്നത്. മുത്തശ്ശനോട് ഞാൻ പറഞ്ഞു ഈ ഇയാളുടെ ആ നിരപരാധിത്വം പറയാൻ വേണ്ടിയാണ് ഞാൻ പോയത്, ആ നാഗേന്ദ്രൻ്റെ. പക്ഷെ അത് കേൾക്കാൻ പോലും മുത്തശ്ശൻ തയ്യാറാവുന്നില്ല. മുത്തശ്ശൻ എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അന്ന് ആ സ്വർണ്ണപ്പണിക്കാരനും ഇതേപോലെ തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നതാ സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടി. ആ സമയത്ത് മുത്തശ്ശനാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാളെയും പറഞ്ഞ് അയക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനൊരു കാര്യം പറയുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത് നയനെ. അപ്പോഴേക്കും നമ്മുടെ നയനയാണെങ്കിൽ അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ ചിലവർക്കൊക്കെ സന്തോഷമാണല്ലോ. ആ സ്ത്രീക്ക് ഭയങ്കര സന്തോഷമായി കാണും. പക്ഷെ എന്നാലും അവരെ ഇനി എനിക്ക് സ്നേഹിക്കാനായിട്ട് കഴിയില്ല. കാരണം അത്രയും വലിയൊരു ചതിയാണ് അവർ ഈ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവരിവിടെ കിടന്ന് നല്ല പിള്ളയായിട്ട് ചമയുന്നു. എനിക്കിതൊന്നും സഹിക്കാനായിട്ട് പറ്റൂല, ഞാനിനി അവരെ സ്നേഹിക്കത്തുമില്ല എന്ന് നമ്മുടെ ആദർശ് പറയാണ്. അങ്ങനെ നയന ചോദിക്കണം, ആദർശേട്ടനൊന്ന് നവീനൊന്ന് വിളിക്കാൻ പാടില്ലേ? അല്ല, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, എന്നിട്ട് നവീനെ വിളിക്കാതിരുന്ന മോശമല്ലേ ആദർശേട്ടാ? ആദർശേട്ടൻ നവീനെ ഒന്ന് വിളിക്കും. ശരി, ആയിക്കോട്ടെ, ഞാൻ നവീനെ ഒന്ന് വിളിച്ചു കളഞ്ഞേക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് നവീനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നവീന് എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആദർശിൻ്റെ കോള് വരുന്നത്. ആദർശേട്ടാ, എന്താ ആദർശേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നവീൻ നന്ദുവിനെ പെണ്ണാലോചിച്ചെന്നൊക്കെ അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട് കേട്ടോ ആ ഒരു കാര്യം കേട്ടതിൽ. ഇങ്ങനൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയായിരുന്നില്ലേ? എന്തിനാ മനസ്സിൽ കൊണ്ടുകൊണ്ട് നടന്നത്? അങ്ങനെയായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം നടന്നാനായിരുന്നല്ലോ. മനസ്സിൽ വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് പിന്നെ ആദർശേട്ടാ, ഞാൻ മനസ്സിലായി, ഒന്നും പറയണ്ട, എനിക്കറിയാം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എന്നോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനേ നയനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നയനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. അമ്പട കള്ള നവീനെ, അപ്പം ഇതൊക്കെയായിരുന്നു മനസ്സിലുള്ള ആഗ്രഹം അല്ലേ? അപ്പോൾ ഈ ഒരു ആഗ്രഹം മനസ്സിലിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നതും നന്ദുവിനെ കണ്ടതും അതിനോട് സംസാരിക്കുന്നതും ഒക്കെ ചെയ്തതല്ലേ? അത് പിന്നെ നയനെ, ഞങ്ങൾക്കൊക്കെ നിന്നെ ശരിക്കും അറിയാലോ. ഞങ്ങൾക്കിതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നീ നന്ദുവിനെ ഇഷ്ടപ്പെട്ടതിൽ അതിൽ ഒരു തെറ്റുമില്ല. നീ നല്ലൊരു പയ്യനല്ലേ? നിന്നെ പോലൊരു നല്ല പയ്യനെ കിട്ടുന്നത് അത് നന്ദുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ആയിക്കോട്ടെ, ഇനി ഏതായാലും വീട്ടിൽ വന്ന് കാര്യങ്ങളിലൊക്കെ സംസാരിച്ചല്ലോ, ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവീനാണെങ്കിൽ ആകെ ഒരു ടെൻഷൻ. എല്ലാവരും അറിഞ്ഞല്ലോ, നാട്ടക്കേസായല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ നവീൻ നിൽക്കുന്നത്. അങ്ങനെ ആദർശും നയനയും കൂടി സംസാരിക്കുകയാണ്. ആദർശേട്ടാ, ഇപ്പം ഏതായാലും എല്ലാം ഒത്തുവന്ന സാഹചര്യത്തിലാണല്ലേ. പക്ഷെ അമ്മയ്ക്കൊരു സങ്കടമുണ്ട്. ഇപ്പോൾ നന്ദു വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. അല്ല, അച്ഛനോടും അമ്മയോടും വഴക്കിട്ട് പോയിരിക്കുകയാണല്ലോ നന്ദു. അപ്പോൾ അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. അവൾ വന്നോളൂന്നേ, വഴക്കിട്ട് പോയതല്ലേ. അപ്പോൾ കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ വന്നോളൂ. പക്ഷേ ഈ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് നോക്കണം നയനെ. അതിന് വെച്ച് താമസിപ്പിക്കാനായിട്ട് പാടില്ല. ആ ഒരു ആഘോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഗോവിന്ദനെയും അതേപോലെ തന്നെ കനകയും കാണിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ആ സമയത്ത് ഗോവിന്ദേട്ടാ, നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നു. അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നേ. ദൈവമേ, അവൾ വരാത്തോണ്ട് ഒരു മനസ്സമാധാനം ഇല്ലല്ലോ. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നല്ലേ ഗോവിന്ദേട്ടാ? ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതിനൊക്കെ മാപ്പ് പറയണോ? ഇപ്പം ഞാനിനി അവളോട് മാപ്പ് പറയണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അച്ഛനെ കൊണ്ടൊന്നും മാപ്പ് പറയിക്കാനായിട്ട് അവൾ ഒരുക്കമല്ല. എന്താ ഗോവിന്ദേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് അവൾ വരാത്തത്? ഒന്ന് വിളിച്ചാൽ ഫോണെങ്കിലും എടുക്കാനായിട്ട് പാടില്ലേ ഗോവിന്ദേട്ട? ചിലപ്പോ ഗോവിന്ദേട്ടൻ പറഞ്ഞതുപോലെ അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു. അത് അവളുടെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് ഒലച്ചു. അതുകൊണ്ടായിരിക്കും അവളിപ്പോൾ ഫോൺ എടുക്കാതെ മാറിങ്ങ് നിൽക്കുന്നത്. ഏതായാലും നവീൻ വന്ന കാര്യമൊക്കെ നന്ദു അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നവീൻ ഏതായാലും നന്ദുവിനോടാണല്ലോ ഫസ്റ്റ് പോയി പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു ഇഷ്ടമുള്ള കാര്യം. അപ്പം പിന്നെ അതിൽ കൂടുതലൊന്നുമില്ല. എന്തായാലും ഗോവിന്ദേട്ടൻ ഒന്നുകൂടിയൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് മോളെ നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുക. അല്ലാതെ അവളിവിടെ വന്നാലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ ഗോവിന്ദേട്ട. അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും നവീനെ വിട്ട് കളയാനായിട്ട് ഇനി ഞാൻ തയ്യാറല്ല.
അത് ഈ കാണുമ്പോൾ എനിക്കിപ്പോൾ അത് തന്നെ ഓർമ്മ വരുന്നത്. നവീനും നന്ദുവേ നല്ല ചേർച്ചയാണ്. അവർ തമ്മിൽ കല്യാണം കഴിക്കേണ്ടവർ തന്നെയാണ്. എനിക്ക് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല അഭിമാനം തോന്നുന്നു എൻ്റെ ഗോവിന്ദേട്ട എന്നിങ്ങനെ പറയുമ്പോൾ, അത് പിന്നെ കനകം, നിനക്ക് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ പെൺമക്കളെ മുഴുവനും പിണക്കാര ചെറുക്കന്മാരെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അങ്ങനെ നയനയും നവ്യൊക്കെ ആനന്ദപുരിയിലേക്ക് കയറി. നന്ദുവും ഇതേപോലെ തന്നെ പണക്കാര ചെറുക്കനെയാണല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇപ്പം അങ്ങനെ ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല. നന്ദുവിന് നല്ലൊരു പയ്യനെ കിട്ടിക്കഴിയാൻ നേരത്ത് ആ പയ്യൻ്റെ കയ്യിലേക്ക് നന്ദുവിനെ ഏൽപ്പിക്കണം. അത്രയും മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവം നിശ്ചയിച്ചതുപോലെ തന്നെ നന്ദുവിനെ തേടി തന്നെ നവീൻ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കല്യാണം നടക്കാൻ പറ്റുമെങ്കിൽ നടത്തട്ടേന്നേ, അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സന്തോഷത്തോടെ ഇങ്ങ് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നന്ദുവും അതേപോലെ തന്നെ അനിയും കൂടി ഭയങ്കര സംസാരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ കോള് വരിക, അച്ഛൻ്റെ മെസ്സേജ് വരികയാണ്. മെസ്സേജാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് കേട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും, മോളെ നന്ദു, നീ വീട്ടിലേക്ക് വാ മോളെ, അച്ഛനും അമ്മയൊക്കെ പറഞ്ഞതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, എന്താ അത് പോരെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നു. നവീൻ വന്നായിരുന്നു, കല്യാണം ആലോചിച്ചാണ് നവീൻ വന്നത്, അതെല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാവില്ല, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് അവിടെ മെസ്സേജ് കട്ടാകുന്നത്. അപ്പോൾ കേട്ടില്ലേ അനി, അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, നവീനായിട്ട് അവിടെ ചെന്ന് കല്യാണാലോചനയൊക്കെ നടത്തി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്ത് ചെയ്യാനായിട്ടാണ്? നീ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മറുപടി പറയണം. എങ്ങനെ സ്ട്രോങ് ആയിട്ട് മറുപടി പറയും? അങ്ങനെ എനിക്ക് പറയാനായിട്ട് സാധിക്കോ? എന്ത് കാര്യത്തിലും ഞാൻ നവീനേട്ടനെ ഒഴിവാക്കും. നിന്നായിട്ട് ഒരു ബന്ധമില്ലെന്നല്ല ഞാൻ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നോക്ക്. എൻ്റെ അമ്മയാണെങ്കിലും നിൻ്റെ ആണെങ്കിലും എതിർത്ത് നിൽക്കുമല്ലേ. അപ്പം പിന്നെ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യാനാണ് നന്ദു? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ഇല്ല, ചെയ്യാനായിട്ട് പറ്റില്ല. അതാണല്ലോ ഇവിടെ പ്രശ്നങ്ങൾ കുതിച്ചു വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാനേ, നിൻ്റെ അമ്മയെല്ലാം അറിയുമെങ്കിലും എൻ്റെ അമ്മയെല്ലാം അറിയാൻ സാധ്യതയുണ്ടെങ്കിലും രണ്ടുപേരും നമ്മളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം ഒത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കും. ഇനി വേറെ ഒന്നും ഞാൻ ആലോചിക്കില്ല. എൻ്റെ 2 ചേച്ചിമാർ ആ വീട്ടിലുണ്ടെന്ന് പോലും ഞാൻ ആലോചിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒന്നിച്ചിരിക്കുമെന്ന് പറയുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ, പക്ഷേ ഈ വീട്ടുകാരൊന്നും സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ഞാനിപ്പോൾ അവന്തികയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നീയും സ്ട്രോങ് ആയിട്ട് പറയണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം എന്നൊക്കെ പറയുകയാണ്. ഞാനിപ്പോൾ അങ്ങ് നടുകടലിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. എല്ലാത്തിനും കാരണം നീ തന്നെയാണ്. നീയല്ലേ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നവീനേട്ടനായിട്ട് അകന്നകന്ന് നിൽക്കുമായിരുന്നു. അതൊന്നും നീ ചെയ്തുമില്ല. അതെല്ലാം നിൻ്റെ തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അനിയാണെങ്കിൽ നവീനെ വിളിക്കുക. നവീനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നവീൻ, എന്താടാ നീ എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല എടാ നവീനെ, നീ നന്ദുവിൻ്റെ വീട്ടിൽ പോയായിരുന്നോ എന്ന് ചോദിക്കണം. നന്ദുവിൻ്റെ വീട്ടിൽ പോയി നന്ദുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കേ ഭയങ്കര സന്തോഷമായി. എൻ്റെ നന്ദുവിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തരാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലൊരു എതിർപ്പ് അവർ കാണിച്ചിട്ടില്ല. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുകയായിരുന്നു. പിന്നെ ഇനി നിൻ്റെ അടുത്ത് ഒരുപാട് സഹായങ്ങളെല്ലാം തേടി ഞാൻ വന്നതാണല്ലോ, ഇനി അതിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്ദുവിനും എതിർപ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നതടാ എന്നൊക്കെ പറയാണ്. ഏതായാലുവേ ഈ ഒരു സന്തോഷത്തിനെ ഞാൻ നിന്നെ ഒരു ഹോട്ടലിൽ കൊണ്ട് ട്രീറ്റൊക്കെ തരുന്നുണ്ട്. നീ നാളെ വരണേ. ശരി, ഞാൻ വന്നേക്കാം എന്നൊക്കെ പറയാം. നിനക്കെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എന്നാൽ ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പം നന്ദുക്ക് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയെന്ന് കണ്ടില്ലേ, അനി പറഞ്ഞ കേട്ടില്ലേ. അവനാണെങ്കിൽ ആകെ സന്തോഷത്തിലാണ്. നിൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലല്ലോ നന്ദു എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. ഞാനിപ്പോൾ ആലോചിക്കുക, നിന്നെ കാണണ്ടായിരുന്നു, നിന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്ന്. ഇത് കഴിഞ്ഞപ്പോൾ നീ എന്താടി അങ്ങനെ പറഞ്ഞത്? അത് ശരി, അപ്പം എന്നെ കാണാതിരുന്നാലും പ്രണയിക്കാതിരുന്നാലൊക്കെ നിൻ്റെ റൂട്ട് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം നിനക്ക് ഈ നവീനെ കല്യാണം കഴിക്കാമല്ലോ അല്ലേ? അനി എൻ്റെ വാലിഗണമെല്ലാം കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ പറഞ്ഞ നിനക്ക് സംശയമാണെന്ന്. നിനക്ക് എപ്പോഴും സംശയം മാത്രമോ? നിന്നെ ഇപ്പം കണ്ടാലും കണ്ടില്ലെങ്കിലും ശരി, നവീനേട്ടനെ എനിക്ക് ആ രീതിയിലൊന്നും കാണാനായിട്ട് പറ്റിയൊന്നുമില്ല. നവീനേട്ടനെ എനിക്ക് ചെറുതിലേ മുതൽ അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് നവീനേട്ടനെ എൻ്റെ മനസ്സിലേക്ക് ആ ഒരു രീതിയിൽ കടന്നുകൂടിയിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയുവാണെങ്കിൽ അതെ, എനിക്കും അങ്ങനെ തന്നെയാണ്. നിന്നെ കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി. ഈ അവന്തികയെ എനിക്കങ്ങനെ ആ രീതിയിലൊന്നും കാണാനായിട്ട് പറ്റില്ല. പിന്നെ വേറൊരു പെണ്ണും എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ കടന്നുകൂടി വരത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ
നമ്മുടെ അനിയും ഇങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയാണല്ലോ. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനായിട്ട് നോക്കുമല്ലോ. ഓ ആ അത് കൊള്ളാം, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പം ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചൊക്കെ മാറി നിന്ന് നിങ്ങളുടെ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, അതാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയല്ല, ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. അതിന് നീയാ പറയേണ്ട നന്ദു. നീ അവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് തന്നെ സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കണം. ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ കുടുംബത്തിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയാലോ. നിന്റെ അമ്മയും വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതിപ്പോൾ പറയേണ്ടത് നവീനേട്ടനോട് തന്നെയാണ്. നവീനേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, അല്ലാതെ വേറൊരു നിവൃത്തിയും ഞാനിതിൽ കാണുന്നില്ല എന്നൊക്കെ നന്ദു പറയാണ്. പക്ഷെ നിന്നെ നഷ്ടപ്പെടുക അതെനിക്ക് ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നീ എന്നെ സംശയിക്കുന്നതേ അത് വല്ലാത്തൊരു ദുഃഖം തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. നീ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ചങ്കിനകത്ത് കൊള്ളുവാണ്. എന്നെ ഇത്രയ്ക്കും നിനക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചാണ് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം. നീ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് അനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.